പുറത്ത് എത്രത്തോളം ആളിക്കത്തിയ ഒരു വിഷയം, ആ വിഷയം പരാമർശിച്ചത് ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റഡ് ആയതാണെങ്കിൽ ഇതൊന്നും അല്ലാത്ത മറ്റൊരാൾ, പേര് പ്രവീൺ എന്നാണ്. എവിടേക്ക് ഒരു നീതികേട് തോന്നിയോ? ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. എന്തായിരുന്നു പരാമർശത്തിനുള്ള പ്രതികരണം? നൂദില്ല ചെരുപ്പ് ഫാക്ടറി എന്നുള്ള ഒരു ടാസ്കിനിടയ്ക്കാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3:30 സംതിങ് എന്തോ ആയി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, പെട്ടെന്ന് വരുന്ന അക്ബറിനോട് ഫൈറ്റ് ചെയ്യുന്നു, എന്തോ ഒന്ന് പറയുന്നു ലക്ഷ്മി. പക്ഷെ എന്താ പറയുന്നത് ആരും സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. കാരണം അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റിനിടയ്ക്ക് ഇങ്ങനെ ഇവരെ ആദിലേനെയും നൂറേനെയും പറയുന്നത് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല. ഇത് ലക്ഷ്മിയുടെ താല്പര്യം അതാണെന്നാണോ അതോ പുറത്ത് അത്തരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടുന്നുള്ള തോന്നലോ? ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കണ്ടിരുന്നു ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലക്ഷ്മി സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച്. അങ്ങനെ വെളിയിൽ ഒരു സപ്പോർട്ടുള്ള ഒരാൾ ഈ ഷോയ്ക്കകത്ത് വരുമ്പോൾ അങ്ങനെ ഒരു പേഴ്സോണ ഇടുന്നത് ലൈക്ക് വെളിയിൽ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു കുറെ മാസ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന്റെ സപ്പോർട്ട് എനിക്ക് വേണം എന്ന് ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു. പ്രധാനമായിട്ട് കത്തിയ ഒരു വിഷയങ്ങൾ അതുപോലെ ഒന്നായിരുന്നു മസ്താനി ഒനിയൽ വിഷയം എന്നുള്ളത്. എല്ലാവരും പറയുന്നത് മസ്താനി കോണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്ന്, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഞങ്ങൾ ബീം ബാഗ് ഇരുന്നത് സംസാരിക്കുമ്പോൾ പോലും മസ്താനി ഇത് ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ഇന്നൊരു വിഷയത്തിന്റെ ഗൗരവം കണ്ട് കണക്കാക്കി അല്ലെങ്കിൽ ഒരു സ്ത്രീയോടൊരു ചെയ്തു എന്നുള്ളതായിരുന്നു ലക്ഷ്മിയുടെ ഇത്, അതോ ഒരു കോണ്ടന്റ് ആക്കാൻ പറ്റിയിട്ട് നല്ല സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കളിച്ചായിരുന്നു? ഏതായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്ന കോണ്ടന്റ് ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയോടാണെങ്കിൽ അത് ലക്ഷ്മിക്കല്ല ഉണ്ടായത്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും മസ്താനിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ ടച്ച് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിൽ എനിക്കറിയത്തില്ല അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ. അവൾ അന്നേരം ചിരിച്ചിരുന്നല്ലോ, പിന്നെയാണോ ഇവള് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും മീ ടു മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ്, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ പറയുന്നവരെല്ലാം ചിലപ്പോൾ 5, 6, 10 വർഷം കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് അവരവിടെ എൻജോയ് ചെയ്തു നല്ല അർത്ഥം. മസ്താനിക്ക് അറിയത്തില്ല അന്ന് എങ്ങനെ ഉണ്ടായ ടച്ച് ആണോ, ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ. കാരണം ആ സ്ത്രീ തന്നെ പറയുന്നു എനിക്കിത് അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ്, ഇതിൽ നിങ്ങൾ ഒത്തിരി ഫ്യൂവൽ ആഡ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യണം. അതപ്പോ അവൾക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അവൾ ചോദിച്ചത് ലക്ഷ്മി ഫ്യൂവൽ ചെയ്ത് വലുതാക്കി. ബിഗ് ബോസ് അങ്ങനെയാണ്, അതിന്റെ പുറം കാഴ്ചകളിൽ അങ്ങനെ മുഴുവനായിട്ട് വിലയിരുത്താനാവില്ല. അകത്തളങ്ങളിൽ അത് കുറെ കൂടി വ്യക്തമായിരിക്കും, അപ്രതീക്ഷിതമായിരിക്കും. അത്തരത്തിലൊരു അപ്രതീക്ഷിത പുറത്താകലിന്റെ ഞെട്ടലിലാണ് ഒരു കക്ഷി വിശേഷമായിട്ട് കൂടെയുണ്ട്. പ്രവീൺ ബ്രോ, നമസ്കാരം. നമസ്കാരം. ആ ഒരു ഞെട്ടലാണ് ആദ്യം വരുന്നൊരു ഫേസ്. കാരണം ലാലേട്ടൻ അവിടെ വരുന്നു, വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീണിൻ്റെ അകത്താണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത ആഴ്ചയിലെ പ്രതീക്ഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മുഖത്തൊരു ഞെട്ടലുണ്ടാക്കിയിട്ടായിരുന്നു ആ കാർഡ് എടുത്ത് കൊണ്ടുവന്നത്. അപ്രതീക്ഷിതമായിരുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ആ ഞെട്ടലിൽ വ്യക്തമാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഭയങ്കര കാഷ്വലി ഒരു ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിട്ടു. എവിക്ഷൻ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഗ്രാൻഡ് ഡ്രസ്സ് ഇട്ട് ഇറങ്ങിപ്പോകാൻ നോക്കി. അതായിരുന്നു വിഷമം, ഞാൻ നല്ല കോസ്റ്റ്യൂമിൽ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമുക്ക് എല്ലാ വീക്കെൻഡിലും കുറെ ഡ്രസ്സുകൾ വരുമല്ലോ. അപ്പൊ ഞാൻ ആ വീക്കെൻഡിൽ എനിക്ക് വന്ന ഡ്രസ്സ് ഇടാതെ ഞാൻ വിചാരിച്ചു ഇത് കാഷ്വലി ബ്ലാക്ക് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് ഭയങ്കര ലേസി ആയിട്ടിരുന്നത് അവിടെ. പക്ഷേ എവിക്റ്റ് ആയപ്പോൾ അത് എൻ്റെ ഒരു വലിയ വിഷമമാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈവൻ 1% എൻ്റെ മനസ്സിലില്ലായിരുന്നു ഞാൻ എവിക്റ്റ് ആവുന്നുള്ളത്. എനിക്ക് ആ വീഡിയോയിൽ ഭയങ്കര എവിഡന്റ് ആണ്, ആ എക്സ്പ്രഷനിൽ വ്യക്തമാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇപ്പോൾ അൺഫെയർ ആണ്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആദ്യമായിട്ടാണ് എനിക്ക് നല്ല കോസ്റ്റ്യൂമിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം പറയുന്നത്. നല്ല കോസ്റ്റ്യൂമിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു വിഷമം, അതോ ഇനിയൊരു 10-60 ദിവസം ഇടാനുള്ള ഡ്രസ്സ് അവിടെ ഉണ്ട് അത് ഇടാൻ പറ്റില്ല എന്നായിരുന്നു? അത് എൻ്റെ വലിയൊരു വിഷമമാണ്. പക്ഷെ എന്തായാലും ആ വീക്ക്, കാരണം ഞാൻ ചെന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾക്ക് ഫുൾ ആ പണി വേഴ്സസ് തുണിയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല. രണ്ടാമത്തെ വീക്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ എവിക്റ്റ് ആയി. അത് എൻ്റെ ഒരു വിഷമം തന്നെയാണ്. ഉണ്ട്. ഈ തുടക്കത്തിൽ തന്നെ കോസ്റ്റ്യൂം കൊടുക്കുന്നില്ല, മറ്റേ മേക്കപ്പ് പരിപാടികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വിളിക്കുന്നത്. ഈ ഒരു പേടി ഉണ്ടായിരുന്ന ഇനി ഇതുപോലെ തുടർന്ന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു സംഭവം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഇനി ഇത് തന്നെ ആയിരിക്കുമോ. പക്ഷെ എന്തായാലും ഡ്രസ്സ് വാങ്ങിച്ചു വെക്കാം. പിന്നെ കുറെ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എപ്പിസോഡിലെല്ലാം താഴെ കമന്റ് വരുമായിരിക്കും, എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ഒരു മണം അടിക്കുന്നു. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മേക്കേഴ്സ് എന്തായാലും മാറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോയത്. നോർമലി കോസ്റ്റ്യൂമും കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ സീസൺ തുടങ്ങിയിട്ട് പിന്നെ കോസ്റ്റ്യൂം കൊടുക്കുന്നില്ല, മര്യാദയ്ക്ക് കുളിക്കാൻ നിൽക്കുന്നവരുണ്ട്, മേക്കപ്പ് സാധനങ്ങളില്ല എന്നുള്ളത്. ഇത് കണ്ട് പേടി ആയിട്ട് കൂടുതൽ കരുതിയ ഒരു സാധനം എന്തായിരുന്നു പോകുന്നതിൽ? അങ്ങനെ കരുതിയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ലുക്സിൽ വലിയ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു.
സ്പ്രേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുത്ത് കൊണ്ടുപോയില്ല. കാരണം ഇൻ കേസ് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പായിരുന്നു. കാരണം നമ്മൾ വൈൽഡ് കാർഡ്സ് ആയതുകൊണ്ട് നമുക്ക് അവർക്ക് കിട്ടിയ പണിയെക്കാട്ടി വലിയൊരു പണി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രേ ഒന്നും എടുത്തില്ല. പക്ഷെ അതെനിക്ക് ഒരു നന്നായെന്ന് തോന്നുന്നുണ്ട്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ ഇത് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അത് സീസൺ 7 എടുത്ത് നോക്കുമ്പോൾ അത് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വൈൽഡ് കാർഡ് എൻട്രിയിൽ അത് കുറച്ചധികം അങ്ങോട്ട് അതിൻ്റെ ഗ്രാഫ് ഉയർന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പുറത്ത് എത്രത്തോളം ആളിക്കത്തിയ ഒരു വിഷയം, ആ വിഷയം പരാമർശിച്ചത് ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റഡ് ആയതാണെങ്കിൽ ഇതൊന്നും അല്ലാത്ത മറ്റൊരാൾ, പേര് പ്രവീൺ എന്നാണ്. എവിടേക്കും ഒരു നീതികേട് തോന്നിയോ? ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. എനിക്കതിൽ ആദ്യം എവിക്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. രോഹൻ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടസ്റ്റന്റിനെ എന്തായാലും ഔട്ട് ആക്കണം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഔട്ട് ആക്കേണ്ട ആൾക്കാരുണ്ടല്ലോ, വേറെ കണ്ടസ്റ്റൻസിന്റെ ആൾക്കാരും ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം. അവർ നോക്കുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആളെ പിടിച്ചിരുത്താൻ നോക്കും. അങ്ങനെ സബമാനം കുറെ വോട്ട് വന്ന് കാണും. അപ്പൊ അവർ വിചാരിച്ചാണ് എൻ്റെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്, ഇവൻ ഓൾറെഡി വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷ കാണും. അങ്ങനെ വോട്ട് മാറിപ്പോയതാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നോർമലി ഇലക്ഷൻ പ്രക്രിയയിലാണ് കാണാറുള്ളത്. അതായത് സ്വന്തം പാർട്ടി ആണെങ്കിൽ പോലും ആ കാൻഡിഡേറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറുപക്ഷം ചേർന്ന് വോട്ട് ചെയ്യുക എന്നുള്ള സാധനം. ശരിക്കും അതുപോലെ ഇവിടെ ഒരു മൈൻഡ് ഗെയിമിന്റെ പ്ലാൻ ആണോ അതോ ഈ പുറത്തുള്ള PR കളിച്ചതാണോ, ഇന്നാളോടെ നിലനിൽക്കണം അല്ലെങ്കിൽ ഇന്നാൾ പുറത്തു പോകണം എന്നുള്ളത്? എനിക്ക് തോന്നുന്നു ഇത് മൊത്തത്തിൽ ഈ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഉണ്ട്. ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു നീതികേട് വരുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, ആക്ടിവിറ്റി ഏരിയകളിൽ സജീവമായിട്ട് ആൾ നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇത്തരത്തിലുള്ളൊരു നീക്കമാണ് പുറത്താവലിന് കാരണം, അതോ ക്രൂവിന്റെ കുറച്ചുകൂടി സംരക്ഷിത താല്പര്യം ഉണ്ടോ എന്ന് തോന്നുന്നു? അങ്ങനൊന്നുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച്, എസ്പെഷ്യലി ബിഗ് ബോസ് ടീമിനെ സംബന്ധിച്ച് നമ്മൾ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലുള്ളവരാണ്. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരാളോട് സ്നേഹ കൂടുതലോ കുറവോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതെനിക്ക് ഫീൽ ചെയ്യുന്നത് അതിലും കൂടുതൽ ഫാൻസിനുണ്ട്. ബേസിക്കലി മനസ്സിലായോ? ഇപ്പൊ എന്റെ ഫാൻസ് കാണും, അല്ലെങ്കിൽ വേറൊരാളുടെ ഫാൻസ് കാണും. പ്രവീണിനെ നിലനിർത്തണം, അല്ലെങ്കിൽ പ്രവീണിനെതിരെ ഇവ സംസാരിച്ചു, അവനെ ഔട്ടാക്കണമെങ്കിൽ നോമിനേഷൻ ഉള്ളത് ഇന്നാളെ കൂടുതൽ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. അങ്ങനെ ഫാൻസിന്റെ ഒരു ഗെയിമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ അതിൽ കാരണം അല്ലെങ്കിൽ പോലും ആ വിവാദങ്ങൾ വിഷയങ്ങൾ ഉണ്ടാവുന്നതിന്റെ പറയുന്നത് ലക്ഷ്മിയിൽ നിന്നായിരുന്നു. അത് കേട്ട് നിന്നൊരാളാണ് അവിടെ, അല്ലെ? എന്തായിരുന്നു ആ പരാമർശത്തിനുള്ള പ്രതികരണം? LGBT. അല്ല, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. നൂദില ചെരുപ്പ് ഫാക്ടറി എന്നുള്ള ഒരു ടാസ്കിനിടയ്ക്കാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3:30 സംതിങ് എന്തോ ആയി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, പെട്ടെന്ന് വരുന്ന അക്ബറിനോട് ഫൈറ്റ് ചെയ്യുന്നു, എന്തോ ഒന്ന് പറയുന്നു ലക്ഷ്മി. പക്ഷെ എന്താ പറയുന്നത് ആരും സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. കാരണം അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റിനിടയ്ക്ക് ഇങ്ങനെ ഇവരെ ആദിലേനെയും നൂറേനെയും പറയുന്നത് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല. ഇവൻ ലാലേട്ടൻ ആ വീഡിയോ കാണിക്കുമ്പോഴും എനിക്ക് മനസ്സിലായില്ല അത് അവരെയാ പറയുന്നതെന്നുള്ളത്. വീക്കെൻഡിൽ വന്നിട്ട് വീഡിയോ കാണിക്കുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് എന്റെ അപ്പുറത്തിരുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് ആരോടെ പറയുന്നത്. പക്ഷെ അഭിലാഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് ആദിലേനെ നൂറയാണെന്ന്. അപ്പോഴാണ് നമുക്ക് കത്തുന്നത്. കാരണം ഫ്രം നോവേർ രണ്ടുപേരെ ഒരു കോൺവെർസേഷനിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള സംഭവമില്ലേ, അതാ ലക്ഷ്മിയോട്. അത് അന്നേരം ഇത് വീഡിയോ പുറത്തു വന്നു, ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം പ്രവീൺ കണ്ടിട്ടുണ്ടാവും. അതിൽ ഭയങ്കരമായിട്ട് വാക്കുകളില്ലാതിരിക്കുന്ന സംഭവമാണ് കാണുന്നത്. പുറത്തത് ഭയങ്കരമായിട്ട് അത് വീഡിയോകളിൽ വന്ന സംഭവങ്ങൾ അത്രത്തോളം വാക്കുകളില്ലാതെ വേദനിപ്പിച്ചു എന്നൊക്കെയാണ്. സത്യം അതാണോ, അതല്ലാതെ പറഞ്ഞ കാര്യം ലക്ഷ്മി പറഞ്ഞ കാര്യം മനസ്സിലാവാതെ ഇരുന്ന് പോയതാണോ? എനിക്ക് തോന്നുന്നത് ആദിലയുടെ സ്വഭാവം അനുസരിച്ച് ആദില ആസ് എ ഗെയിമർ അങ്ങനെ എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ തിരിച്ച് പ്രതികരിക്കുന്ന ഒരാളാണ്. എന്ത് വന്നാൽ ആ വീട്ടിൽ അതിലേക്കെതിരെയോ അല്ലെങ്കിൽ എന്തിനെതിരെ പറയുമ്പം സ്വന്തം വോയിസ് ഉയർത്തുന്ന ഒരാളാണ്. അപ്പൊ എനിക്കൊന്നും അതിലത് മനസ്സിലായില്ല അത് ആദിലനെ പറയുന്നതെന്നുള്ളതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഐ ഫീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് വന്നേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കത്തലായി. കത്തലിന് കുറേയേറെ ഫ്യൂവൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് കത്തിയ ഒരു വിഷയങ്ങൾ അതുപോലെ ഒന്നായിരുന്നു മസ്താനി ഒനിയൽ വിഷയം എന്നുള്ളത്. ഇത് ആരിലേക്കാണ് അത് വന്നതും സംശയാസ്പദമായിട്ട് നിൽക്കുന്നതും ആരോട് അത് പറഞ്ഞു? ഇതിന്റെ ഇടയ്ക്ക് നിന്നിരുന്ന ഒരാൾ ആക്ച്വലി പ്രവീണാണ്, മസ്താനി ലക്ഷ്മിക്കിടയിൽ. ആക്ച്വലി ഇതിന്റെ റിയാലിറ്റി എന്താ ശരിക്കും? എനിക്ക് തോന്നുന്നു അത് ഞാൻ പറയുമ്പോൾ പകുതി ആൾക്കാർക്ക് എന്നോട് കുറെ പേര് ചോദിച്ചു എന്തിനാ മസ്താനി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിലെന്ന്. ഇതിലൊരു കാര്യമുണ്ട്. കാരണം ഞങ്ങളെല്ലാം സംസാരിക്കുന്നത് മസ്താനി ആയാലും ലക്ഷ്മി ആയാലും ജിഷ്ണായാലും ഞങ്ങൾ വൈൽഡ് കാർഡ്സ് എപ്പോഴും വൈകുന്നേരമൊക്കെ ചുമ്മാ അവിടെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും. എല്ലാവരും പറയുന്നത് മസ്താനി കോണ്ടന്റിന് വേണ്ടി ചെയ്തതാണെന്ന്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഞങ്ങൾ ബീം ബാഗിൽ ഇരുന്നത് സംസാരിക്കുമ്പോൾ പോലും മസ്താനി ഇത് ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് രാത്രിയിലായി ഞങ്ങൾ റൂമിൽ വരുന്ന സമയത്ത് ഞാൻ കാണുന്നത് ലക്ഷ്മി ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഒരു പെണ്ണിനെയാണോ ഇങ്ങനെ ചെയ്തത്, ഭയങ്കര ഫയറായിട്ട് നടക്കുന്നു. അപ്പം ഞാൻ മസ്താനോട് ചോദിച്ചു എന്താ സംഭവം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എടാ പറയാം ഇത് വേറൊരു ഇഷ്യൂ. അപ്പോഴും എന്നോട് ഇത് പറയുന്നില്ല.
പറയുന്നില്ല. പിന്നെയും ബെഡ്റൂമിലേക്ക് ഞാൻ വിളിച്ച് ലക്ഷ്മിനെയും മസ്താനിനെയും വിളിച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത്, ഒനിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു ഞങ്ങളുടെ സ്പോൺസർ ടാസ്കിനിടയ്ക്ക്. അപ്പം എങ്ങനെ കാല് തട്ടി വീണേന്ന് തോന്നുന്നു. അപ്പൊ എന്റെ വയറിൽ തൊട്ട പ്രഷർ എനിക്ക് എന്തോ ഫീൽ ചെയ്തു. എനിക്ക് അറിയില്ല അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്നാണ് മസ്താനി പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഇപ്പൊ തന്നെ ചോദിക്കാം ഒനിയിനോട് പറഞ്ഞിട്ട് ഞാൻ കൈ പിടിച്ചു. അപ്പൊ ലക്ഷ്മിയും വന്നു. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ പിടിച്ച് മസ്താനി ബാക്കിലേക്ക് വലിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബെഗ് ചെയ്യുന്നുണ്ട്, വേണ്ട വേണ്ട വേണ്ട, ഇതൊരു ഇഷ്യൂ ആക്കണ്ട, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, ഇതെനിക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സിറ്റി പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു പ്രശ്നം ഉള്ളതിനെ വലുതാക്കാം, അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ചും സംസാരിക്കാം, വളരെ മാന്യമായിട്ട് പോയി ചോദിക്കാം, ഒനിയിൽ ഇങ്ങനെയാണോ, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ഒനിലിന്റെ സൈഡ് പറയും. അപ്പൊ അതവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞ് അത്രയും പോകേണ്ട ഒരു സംഭവത്തെ അപ്പോൾ മസ്താനി ഇങ്ങനെ വലിക്കുമ്പോൾ ഞാൻ വിചാരിച്ച പ്രൈവറ്റായിട്ട് സംസാരിക്കണത്, ഞാൻ മിണ്ടണ്ട. എന്നിട്ട് മസ്താനി സംസാരിക്കാന്നുള്ള രീതി പോകുന്ന വഴി ഞാൻ കാണുന്നത് അവിടെ കുറെ ബീൻ ബാഗിലിരുന്ന ഷാനവാസ് അതിലോടൊക്കെ ലക്ഷ്മി ദേഷ്യപ്പെടുന്നു, ഒരു പെണ്ണിനെ അങ്ങനെ ചെയ്യണോ എന്തോ പറഞ്ഞിട്ട് നേരെ ബാത്റൂമിൽ കയറുന്നു. പിന്നെ ഞാൻ കാണുന്ന ഒരു ഫയർ സീനാ, മൈക്കിടാന്ന് പറയുന്നു, ഭയങ്കര സീനാക്കി. ഇത് ശരിക്കും ഇന്നൊരു വിഷയത്തിന്റെ ഗൗരവം കണ്ട് കണക്കാക്കി അല്ലെങ്കിൽ ഒരു സ്ത്രീയോടൊരു ചെയ്തു എന്നുള്ളതായിരുന്നു ലക്ഷ്മിയുടെ ഇത്, അതോ ഒരു കോണ്ടന്റ് ആക്കാൻ പറ്റിയിട്ട് നല്ല സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കളിച്ചായിരുന്നു? ഏതായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്ന കോണ്ടന്റ് ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയോടാണെങ്കിൽ അത് ലക്ഷ്മിക്കല്ല ഉണ്ടായത്. കാരണം ആ സ്ത്രീ തന്നെ പറയുന്നു, എനിക്കിത് അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ്, ഇതിൽ നിങ്ങൾ ഒത്തിരി ഫ്യൂവൽ ആഡ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യണം. റൈറ്റ്. ഇപ്പം വിക്ടിം എന്ന് പറയപ്പെടുന്ന മസ്താനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്താനിക്ക് ആ സ്പേസ് കൊടുക്കണം. റാദർ ദാൻ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് മസ്താനോട് ചോദിക്കുമ്പോൾ കാര്യമുണ്ട്, അത് ആര്യന്റെ പുറകിൽ തള്ളി വെള്ളം അനുവിന്റെ മേത്തായ കേസിൽ. അപ്പോൾ ഇത് എന്തൊരു തള്ളാണ് മസ്താനി. കാരണം മസ്താനെ ഇത് തൊട്ട സമയത്ത് ഇതൊരു വിഷയമായി, മറ്റൊരു പക്ഷം വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ പരാമർശിച്ചു എന്നുള്ള രീതിയിലേക്ക് തള്ളിയത് സത്യത്തിൽ മസ്താനിയാണോ ലക്ഷ്മിയാണോ? ഏതായിരുന്നു ആ വിഷയത്തെ? ഈ വിഷയത്തെ തള്ളിയത് ആക്ച്വലി ലക്ഷ്മിയാണ്. കാരണം മസ്താനി പറഞ്ഞിട്ടുണ്ട്, മസ്താനി പറഞ്ഞത് ഒരു ഫ്രണ്ട് എന്നുള്ള. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മസ്താനി എന്നോട് വന്ന് പറയുന്നുണ്ട്, അതായത് ഞാൻ ലക്ഷ്മിയോട് പറയണ്ടായിരുന്നു, നിന്നോട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജിഷ്ണോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തിട്ട്. പ്രവീണോടാണ് മസ്താനി അത് വന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നില്ല, എങ്ങനെ ഡീൽ ചെയ്യാം? ഞാൻ ഡെഫിനറ്റ്ലി ഇത് ഒനിലിനെ വിളിക്കും, മസ്താനിനെയും വിളിക്കും, വളരെ ഒരു ഇത്ര സീൻ ഉണ്ടാക്കാതെ ഒന്ന് സംസാരിച്ച് തീർക്കാൻ തോന്നും. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും മസ്താനിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ ടച്ച് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിൽ എനിക്കറിയത്തില്ല അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ. അവിടെ കുറെ പേര് പറയുന്നുണ്ട് മസ്താനി ചിരിച്ചു അത് കഴിഞ്ഞ് സ്പോട്ടിൽ. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരാളെ ഒരു സ്ലട്ട് ഷെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ അന്നേരം ചിരിച്ചിരുന്നല്ലോ, പിന്നെയാണ് ഇവള് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും മീ ടു മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ പറയുന്നവരെല്ലാം ചിലപ്പോൾ 5, 6, 10 വർഷം കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് അവരവിടെ എൻജോയ് ചെയ്തു നല്ല അർത്ഥം. മസ്താനിക്ക് അറിയത്തില്ല അന്ന് എങ്ങനെ ഉണ്ടായ ടച്ച് ആണോ, ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ. അതപ്പോ അവൾക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അവൾ ചോദിച്ചത് ലക്ഷ്മി ഫ്യൂവൽ ചെയ്ത് വലുതാക്കി. ഞാൻ രണ്ടുപേരോട് സംസാരിച്ച് ഒന്ന് അവർ രണ്ടുപേരുടെ സൈഡ് മനസ്സിലാക്കാൻ നോക്കിയാണ്. ഈ വിഷയം നടക്കുന്നു തുടരെ തന്നെയാണ് ആര്യൻ അതുപോലെ തന്നെ റെന വിഷയം വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. എപ്പിസോഡ് അത് കണ്ടില്ല. അപ്പോൾ ഇപ്പൊ അവിടെ വരുന്ന സമയത്താണെങ്കിൽ പോലും അതുവരെ ആര്യൻ ബെഡിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഫസ്ട്രേറ്റഡ് ആയിട്ട് വരുന്നു, പിന്നെ വരുമ്പോൾ എന്നെ കാണുന്നു, അപ്പോൾ ഒരു ആക്ട് കാണിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവർ ഭയങ്കര സ്പേസും ഞാൻ ഫണ്ണായിട്ട് കാണിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒനിയലിനെ അനാവശ്യമായിട്ട് നിന്നുള്ള രീതിയിലേക്ക് പോയിന്റിൽ നിർത്തരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റം ആരോപിക്കരുത്, ബ്ലെയിം ചെയ്യരുതെന്ന് പറയുന്നിടത്ത് അപ്പുറത്തേക്ക് ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും നിന്നുള്ള രീതിയിലേക്ക് ആര്യന് ഭയങ്കരമായിട്ട് ആ ആക്ട് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ രണ്ട് തരം കാര്യങ്ങളിൽ ഇത്തരം സമീപനങ്ങൾ ഉണ്ടായത്? ഞാൻ ആ സിറ്റുവേഷൻ കണ്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു ഗെയിം ഷോ ആണ്. അപ്പൊ പലതരത്തിൽ പല രീതിയിൽ ആൾക്കാർ സിറ്റുവേഷൻസിനെ യൂസ് ചെയ്യും. ലക്ഷ്മി യൂസ് ചെയ്ത പോലെ തന്നെ അത് ചിലപ്പോൾ അതിനകത്തുള്ള ആൾക്കാരുടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം അങ്ങനെ പോർട്രേറ്റ് ചെയ്തത്. ഈ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ പലതും പുറത്തു വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു ലൈവ് ഷോ ആണ്, നമ്മൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വരാറുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങുന്നതോ അല്ലെങ്കിൽ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ കാണിക്കണം എന്നില്ല. കാരണം ലൈവ് ഷോ ആണെങ്കിൽ തന്നെ ഫോർ എൻ എക്സാമ്പിൾ ഒരു വീടിന്റെ പല കോർണേഴ്സ് വരുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഓഡിയൻസിന് കണക്ട് ആവുന്ന കാര്യങ്ങളായിരിക്കും വരുന്നത്. വിഷയം കത്തി നിന്നായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞു, പക്ഷെ പോകുന്നത് നിങ്ങളായിരുന്നു, പ്രവീണും മസ്താനിയായിരുന്നു. പക്ഷെ നിങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരാഴ്ചകളിലെ നേരെ അതിങ്ങോട്ട് മാറുന്നതാണ് കണ്ടത്. ലക്ഷ്മിയിലേക്ക് ഒരു സപ്പോർട്ട് സ്വാഭാവികമായിട്ട് മാറുന്നു എന്നുള്ളത്. ആ ലക്ഷ്മിയിലേക്കുള്ള സപ്പോർട്ട് മാറുന്നതിൻ്റെ കാരണം റിയാസിൻ്റെ എൻട്രി ആയിരുന്നോ?
റിയാസിന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു വന്ന ഹൗസ് ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരുടെ എല്ലാവരും എല്ലാവരും അതിന്റെ ഒരു കാരണമുണ്ട്. കാരണം ലക്ഷ്മി എന്നുള്ളത് ഒരു ഹോമോഫോബിക് പേഴ്സൺ ആണെന്ന് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം കയറി ഒരു 3 മണിക്കൂറിന് തന്നെ ലക്ഷ്മി അവിടെ ഒരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട് ആദിലെ നൂറയായിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ അത് ഇങ്ങനെ ജസ്റ്റ് ഞാൻ കേൾക്കുന്നത് ലക്ഷ്മി പറയുന്നു, ഇത് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്, എന്റെ മോൻ ഇത് ഇൻഫ്ലുവൻസ് ആവും സെക്ഷുവാലിറ്റി എന്ന് പറയും. അപ്പൊ ഞാൻ കേട്ട് ലക്ഷ്മി ചോദിച്ചു അതെങ്ങനെ ഇൻഫ്ലുവൻസ് ആവുന്ന ലക്ഷ്മി. പിന്നെ ഞാൻ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി, എന്താണെന്നറിയോ ലക്ഷ്മിക്ക് ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പ്, ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് എന്താണ്, ഇതിന്റെ കാരണങ്ങൾ എന്താണ്. പക്ഷെ ലക്ഷ്മിക്ക് അറിയാവുന്ന നോക്കിക്കഴിഞ്ഞാൽ 4-5 പോയിന്റ്സ് മാത്രം അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോ ഞാൻ ചോദിച്ചു ലക്ഷ്മി ഇത്ര ഹോമോഫോബിക് ആകാൻ കാരണം എന്താ, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതിനൊരു റീസൺ വേണം. ഞാൻ ഇത് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചാൽ എനിക്ക് കുറെ റീസൺസ് ഉണ്ട്. ലക്ഷ്മിയുടെ പ്രശ്നമാണ്, അപ്പൊ ലക്ഷ്മിക്ക് അത് പറയാൻ അറിയത്തില്ല, പകരം ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ലക്ഷ്മിയുടെ താല്പര്യം അതാണെന്നാണോ അതോ പുറത്ത് അത്തരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടുന്നുള്ള തോന്നല്? ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കണ്ടിരുന്നു ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലക്ഷ്മി സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച്. അങ്ങനെ വെളിയിൽ ഒരു സപ്പോർട്ടുള്ള ഒരാൾ ഈ ഷോയ്ക്കകത്ത് വരുമ്പോൾ അങ്ങനെ ഒരു പേഴ്സോണ ഇടുന്നത്, ലൈക്ക് വെളിയിൽ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു കുറെ മാസ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന്റെ സപ്പോർട്ട് എനിക്ക് വേണം എന്ന് ലക്ഷ്മിക്ക് ഉറപ്പായിരുന്നു. അതെനിക്ക് വന്ന് 3 മണിക്കൂറിനുള്ളിൽ തന്നെ മനസ്സിലായി വന്നിരിക്കുന്നതിന്റെ ഇന്റൻഷൻ ഇതാണ്, അവരുടെ എല്ലാം വോട്ട് പിടിക്കണം എന്നുള്ളത്. സോ അതുകൊണ്ട് പർപ്പസ്ഫുള്ളി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഹോമോഫോബിക് ആയിട്ടുള്ള ആൾക്കാരെ അടുപ്പിക്കത്തില്ല. കാരണം ഒരാൾ ജീവിക്കാൻ വേണ്ടിയുള്ള അത് ബേസിക്കലി ഒരാളെ അവരിവിടെ എക്സിസ്റ്റ് ചെയ്യാനേ പാടില്ല. ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളത്. അതിന് സമ്മതിക്കാത്ത ഒരാളെ, അത്ര ക്രൂവൽ മെന്റാലിറ്റി ഉള്ള ഒരാളെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഒന്നും വെക്കാൻ താല്പര്യമില്ലാത്തത്. ബട്ട് സ്റ്റിൽ ഞാൻ ആ വീട്ടിൽ ചോദിച്ചാൽ ഞാൻ ലക്ഷ്മിയായിട്ട് ചിരിക്കും, ലക്ഷ്മിയായിട്ട് ഭയങ്കര ഫണ്ണായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് നമ്മൾ ഇതിന്റെ പേരിൽ ലക്ഷ്മിനെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ വെളിയിലൊരു മാസ് പരിവേഷം ലക്ഷ്മിക്ക് വരും. അതിപ്പോൾ ആദിലെ ആണെങ്കിലും നൂറയാലും ശ്രദ്ധിച്ചാൽ മതി, ലക്ഷ്മിയായിട്ട് എപ്പോഴും ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. ദോ നമുക്കറിയാം ഇതൊരു ഭയങ്കര പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആണെന്ന് അറിഞ്ഞിട്ട് കൂടെ. പക്ഷേ എനിക്കൊന്ന് ഹൗസ് ഗസ്റ്റുകൾ കയറിയപ്പം അവർ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്തു ലക്ഷ്മി. അപ്പൊ അവരുടെ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ലക്ഷ്മി ഇങ്ങനെ തിരിച്ചു പറയുന്നതിനെല്ലാം ഭയങ്കര ഒരു മാസ് ഇതായിട്ട് വീഡിയോ. ഇത്രയും മാസ് ഓഡിയൻസ് പുറത്തോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അന്ന് പിന്നെ എന്തുകൊണ്ടാണ് ആദില നൂറ പരാമർശം വന്ന സമയത്ത് എത്രത്തോളം ഹേറ്റും വിവാദങ്ങളും പുറത്ത് കിട്ടിയത് ലക്ഷ്മിക്കെതിരെ? അതിന് വേറൊരു കാര്യമുണ്ട്. ലാലേട്ടൻ അവിടെ നിന്ന് പറയുന്നത്, ലാലേട്ടൻ പറയുന്നുണ്ടല്ലോ ഏതാ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ അവരെ. പക്ഷെ അത് വീക്കെൻഡിൽ വരുന്നേക്കാൾ മുമ്പേ ഈ വിഷയം പുറത്ത് കത്തുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് അഗെയിൻസ്റ്റ് ആണ് കൂടുതലും ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ മെജോറിറ്റി ആളുകൾ ഇങ്ങനെ ഹോമോഫോബിക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുന്ന സമയത്ത് ഉണ്ടായി കുറെ സപ്പോർട്ടേഴ്സ്. പക്ഷെ അതിന് മുമ്പേ എന്തുകൊണ്ട് കുറെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന പോലെ തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി ഹൗസ് ഗസ്റ്റുകൾ വന്നപ്പം അവരുടെയും കൂടെ ഹേറ്റേഴ്സ് കൂടെ ഇവരെ സപ്പോർട്ട് ആക്കി എന്നുള്ള രീതിയിലായിരിക്കാൻ വരുന്നത്. കാരണം ഇത് നടക്കുമ്പോൾ ഞാൻ വീടിനകത്ത് ഈ പറഞ്ഞ ഇൻസിഡന്റ് നടക്കും, വെളിയിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ശരിക്കും ഇതൊരു ഗെയിം പ്ലാന്റെ ക്രൂവിന്റെ ഭാഗത്തു നിന്നുള്ളതാണോ? കാരണം GM ആക്കിയിട്ട് ലക്ഷ്മി നിർത്തി പിന്നെ ഗസ്റ്റായിട്ട് വരുന്ന രീതിയിലേക്ക് ശോഭയാണെങ്കിലും ഷിയാസ് ആണെന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ആളെ ടാർഗറ്റ് ചെയ്യുന്നു, ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യണ പോലെ തോന്നിയോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല, കാരണം ഞാൻ എപ്പിസോഡ് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. റിയാസിന്റെ വരവ് ശരിക്കും പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഈ LGBT കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനത്തെ ഒരു ഗസ്റ്റിന്റെ എൻട്രി കൊടുത്തത്. എനിക്ക് അങ്ങനെ തോന്നില്ല, കാരണം കഴിഞ്ഞ മുമ്പിലത്തെ സീസണിലും ഹൗസ് ഗസ്റ്റായിട്ട് റിയാസ് വന്നിട്ടുണ്ട്. കാരണം റിയാസ് അതിനുവേണ്ടി മാത്രം വരുന്ന ഒരാളല്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ച് മുഴുവൻ ലക്ഷ്മിനെയായിരുന്നു. അതെ, അത് അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അതെനിക്ക് അതിനുവേണ്ടി വന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം റിയാസ് എന്ന് പറഞ്ഞൊരു നല്ല ഗെയിമറാണ്. എനിക്കൊന്ന് ബിഗ് ബോസ് മലയാളം കണ്ടതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഗെയിമറാണ് റിയാസ്. എത്ര രീതിയിലായാലും സംസാരത്തിലായാലും ഗെയിമിലായാലും ആ ഒരു ഷോയുടെ ഫോർമാറ്റിനെ അറിഞ്ഞ ഒരാളാണ്. പക്ഷെ വന്നപ്പോൾ ലക്ഷ്മിയെ കുറച്ച് ഒപ്പോസ് ചെയ്ത് കൂടുതൽ സംസാരിച്ചുന്നുണ്ട്. ഈ പ്രവീൺ ഇറങ്ങലിലെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് മസ്താനിയാണ്. അത് ഒട്ടും പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിൽ തന്നെ പലരും പറയുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ആര്യൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് എത്രത്തോളം ഫീൽ ആയിരുന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നുള്ളത്. 2 വീക്സിലൊക്കെ ഇത്രയും വരുന്നു എന്നുള്ളത് ശരിക്കും ഏറ്റവും അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നോ മസ്താനിയായിട്ട്? ഞാൻ ആ വീട്ടിൽ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. മസ്താനിയായിട്ട് ഞങ്ങളൊരു വൈൽഡ് കാർഡ്സിൽ നിന്ന് ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗെയിമിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. സോ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ അതിന് തലേ ദിവസം സാറ്റർഡേ എപ്പിസോഡിന്റെ സമയത്ത് ഞാൻ മസ്താനി സംസാരിച്ചില്ല. ഞങ്ങൾ എന്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നു. അപ്പം മറ്റേ വിഷയമാണോ?
ഒനിയൽ വിഷയത്തിലാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ഈ റിയാലിറ്റി അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പ്രവീണിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി സംസാരിക്കും എന്നുള്ളത് മസ്താനി പ്രതീക്ഷിച്ചു. എനിക്കറിയത്തില്ല എന്താണ് അതിനെക്കുറിച്ച് ഇതുവരായിട്ട് ഞങ്ങൾ സംസാരിച്ചില്ല, എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാഞ്ഞതെന്ന്. അപ്പൊ അന്ന് മിണ്ടിയിട്ടില്ല, സാറ്റർഡേ എപ്പിസോഡിൽ മിണ്ടിയിട്ടില്ല. അപ്പൊ സൺഡേ എപ്പിസോഡിലാണ് ഞാൻ എവിക്റ്റ് ആവുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ മിണ്ടാതിരുന്ന ഞാൻ പെട്ടെന്ന് മുമ്പ് എന്നോട് പറയുന്നുണ്ട് മസ്താനി അവിടെ വെച്ച്, എടാ സോറി ഞാൻ ഇന്നലെ മിണ്ടാതിരുന്നതിനും സോറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും ഭയങ്കര ഇമോഷണലി ആൾക്ക് കണക്ട് ആയിരുന്നു. തോന്നിയിരുന്നു ലാലേട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ല ലാലേട്ട, അതിന്റെ സംഭവ വികാസങ്ങൾ അവളത് കോണ്ടന്റ് ആക്കാൻ ശ്രമിച്ചിരുന്നില്ല, ഞങ്ങളുടെ അടുത്ത് അത് ഒരു സൗഹൃദം പോലെ ഒന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഡൗട്ടായിട്ട് പറഞ്ഞ കാര്യമാണ്, കുറേ കൂടി അതിനെ യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി. അതെ അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞാൻ സംസാരിക്കണമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട്, ഇവൻ ബാക്കിയുള്ള ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, അവിടെയും വീട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞു. ഇവൻ നോമിനേഷൻ ടൈമിൽ ഞാൻ ക്ലിയർലി പറഞ്ഞു, മസ്താനി ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല, മസ്താനി പ്യുവർലി ആളുടെ ഒരു കൺസേൺ രേഖപ്പെടുത്തുകയാണെന്ന്. ഈ മസ്താനി കറക്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ അന്ന് അപ്പാനി പുറത്തു പോയ സമയത്ത് ഇത് കുറേ കൂടി എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷിച്ചിരുന്നു പറഞ്ഞു, കരഞ്ഞില്ല, ആ സന്തോഷത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്തവര് വരെ അപ്പാനി നോമിനേറ്റ് ചെയ്തവരെ കരയണ സീൻ കണ്ടു. ഇതിന്റെ യാഥാർത്ഥ്യം ശരിക്കും എന്താ? ശരിക്കും അത് അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം അതിന് തലേ ദിവസം മുമ്പ് 1-2 ദിവസമായിട്ട് മസ്താനിയും ശരത്തുമായിട്ട് അപ്പാനിയായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, വെർബലി അബ്യൂസ് ചെയ്യുന്നു, ഫാമിലീനെ പറയുന്നു, തിരിച്ചെന്തൊക്കെയോ പറയുന്നു. അവർ തമ്മിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ മസ്താനിനെ എന്തോ ഒരു വേർഡ് വിളിച്ചു എന്ന് പറയുന്നുണ്ട് ശരത്ത്. അപ്പൊ അതെല്ലാം മസ്താനിയുടെ ഉള്ളിലുണ്ട്. അപ്പം എനിക്ക് തോന്നും ആൾ ഔട്ടായി പോയപ്പം ഭയങ്കര സന്തോഷം തോന്നി ചെയ്ത ഒരു ആക്ടായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പുറത്തു വന്നത് അപ്രതീക്ഷിത എന്ന് പറഞ്ഞു. ഈ പുറത്തു പോണ മൊമെന്റിൽ ഡ്രസ്സിന്റെ കേസ് ഓൾറെഡി പറഞ്ഞു. അതല്ലാതെ എനിക്ക് മുമ്പേ പോണ്ടവർ അവിടെ ഉണ്ട് എന്ന് തോന്നിയത് ആരൊക്കെ? ഓ ഡെഫിനറ്റ്ലി എനിക്ക് സബുമാനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ലക്ഷ്മീനെ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒനീൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ഒനിയിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പോകേണ്ടിരുന്നത്. ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം അതിന്റെ ടിആർ റേറ്റിങ്ങിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹൈ ഉണ്ടെന്നുള്ള രീതിയിലേക്ക് എന്റെ സംഘാടകർ ഇടുന്നുണ്ട്, പോസ്റ്റർ ഇടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ആർക്ക് കൊടുക്കും പ്രവീൺ? ഞങ്ങൾ വൈൽഡ് കാർഡ്സിനും കൊടുക്കും, ഞാൻ ഹൗസ് മേറ്റ്സിനും കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഞങ്ങൾ ചുമ്മാ പോയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനനുസരിച്ച് തിരിച്ച് റെസണേറ്റ് ചെയ്യണ്ടേ. സോ അത് ഐ വുഡ് സേ എൻറ്റയർ ഹൗസ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പുറമെന്ന് കണ്ടുപോയ ആളാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കളി കണ്ടു അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അകത്തത്തെ കാഴ്ചകൾ അത് മൊത്തത്തിലത് മാറ്റും അല്ലെ, വേറെ ഒന്നായിരിക്കും. അത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു അവിടെ? എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, ശരത്ത് അപ്പാനി ശരത്തിനെ ഞാൻ കണ്ടിരുന്ന ഒരു ഇമേജ് അല്ല, വെളിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഗെയിമർ എന്നുള്ള രീതിയിൽ ഇയാൾ എന്താ കാണിക്കുന്നത്, ഇയാളെ പോയി ടാർഗറ്റ് ചെയ്യണം, എക്സ്പോസ് ചെയ്യണം. പക്ഷെ അകത്ത് നമ്മൾ മനസ്സിലാൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു പേഴ്സണാണ്. ഭയങ്കര സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബ്രദർലി അഫെക്ഷൻ ഫീൽ ചെയ്യും. അതേപോലെ രേണുസുതി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്, രേണുവിനോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താൽ എന്റെ ഫീഡ് നിങ്ങൾ എങ്ങനെയും കറങ്ങി തിരിഞ്ഞു വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അകത്ത് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ്. പുറത്ത് വന്നിട്ട് കണ്ടുമുട്ടി നിങ്ങൾ ഞാൻ എഡിറ്റ് ആയതിന്റെ ഉടനെ തന്നെ എന്നെ വിളിച്ചു, എന്നെ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്നപ്പോൾ ഉടനെ കണ്ടത് രേണുവിനെ ആദ്യം കണ്ടത്. ഇല്ല, വേറെ ആരും കണ്ടിട്ടില്ല, ഞങ്ങൾ ഇനി കാണണമല്ലോ. ഇപ്പൊ നെഗായിട്ട് കണ്ട അപ്പാനിനെയും രേണുസുദിനെയും അവിടെ വന്നപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം തോന്നി, പോസിറ്റീവായിട്ട് പറഞ്ഞു. മനസ്സിലുണ്ടായിരുന്ന പോസിറ്റീവ് ഉണ്ടായിരുന്ന വിഗ്രഹം ഉടഞ്ഞ രണ്ടുപേരായിരുന്നു. അപ്പൊ 2 വിഗ്രഹം ഉടഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്ന് അക്ബറും ഒന്ന് ഡോക്ടർ ബിന്നിയും. കാരണം ഞാൻ അക്ബറിന് നെഗറ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിചാരിച്ച ആൾസ ഗെയിമർ നല്ലൊരു ഗെയിമർ ആവും എന്നുള്ള രീതി വന്നു. പക്ഷെ അകത്ത് നിന്നപ്പോൾ ആളുടെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, പല കാര്യങ്ങളും എനിക്ക് അത്ര അങ്ങോട്ട് ആസ് എ ഗെയിമർ ഹീസ് എ ഗുഡ് പേഴ്സൺ, പക്ഷെ സംസാരിക്കുന്ന രീതി കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നിയിട്ടുണ്ട്. ബിന്നിനെ ഞാൻ വെളിയിൽ നിന്ന് കണ്ടതിലും പ്രശ്നമാണ് ആൾ അകത്തെന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ആള് വെളിയിൽ കാണുമ്പോൾ പിന്നെ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അകത്ത് പക്ഷെ ഒരു സ്റ്റാൻഡും എടുക്കാതെ എല്ലായിടത്തും ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇവൻ കിച്ചണിൽ ഒരു ഫൈറ്റ് ഉണ്ടായ സമയത്തും ആദ്യം എൻ്റെ അടുത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു എണ്ണയായിട്ട് അടിയുണ്ടായി, ആദ്യം എൻ്റെ അടുത്ത് നിന്ന് റെനയുടെ കുറ്റം പറഞ്ഞ് ഭയങ്കര അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് നിൽക്കുന്ന ബിന്നി കുറച്ച് ഞാൻ കാണുന്നത് റെനയുടെ അടുത്ത് പോയി ഇല്ല പ്രവീൺ ചെയ്തത് തെറ്റാണ്. അപ്പൊ ആൾക്കൊരു വെളിയിൽ ഇമേജ് ഉള്ളത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ, കാരണം ആരെങ്കിലും ഒരു സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ഇമേജിനെ അഫക്ട് ചെയ്യും എന്നുള്ള രീതി. ഈ എപ്പോഴും എനിക്ക് തോന്നുന്നു പല രീതിയിലേക്കുള്ള അലിഗേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു ടച്ച് എന്നുള്ള രീതിയിലേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ സമീപനം മോശമായ രീതിയിലേക്ക് നെവിനായിട്ടാണ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും യാഥാർത്ഥ്യം എന്താണ്? നെവിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടച്ചി പേഴ്സൺ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ആൾക്കാർ എന്നെ ടച്ച് ചെയ്യുകയോ അവരെന്നെ ഹഗ് ചെയ്ത് സംസാരിച്ച് എനിക്ക് ഓക്കെ. കൺസെന്റ് വേണം എന്നാണോ പറയുന്നത്? കൺസെന്റിന്റെ അല്ല, ഒരു കംഫർട്ട് ആണ് അതല്ല. എനിക്ക്
എനിക്ക് ആൾക്കാരായിട്ട് കംഫർട്ട് ആവണം. അപ്പം നെവിനെ സംബന്ധിച്ച് നെവിന്റെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച് ആണ്. അതാണ് ആളുടെ ലവ് ലാംഗ്വേജ്. അപ്പം ആൾ ആരെ കാണുമ്പോഴും ഭയങ്കര ഹഗ് ചെയ്യും, കെട്ടിപ്പിടിക്കും, വടി ചാടി കിടക്കൊക്കെ ചെയ്യും. ആദ്യത്തെ 2 ദിവസം എനിക്ക് ഇത്തിരി അൺകംഫർട്ടബിൾ ആയിരുന്നു. അത് വേറെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ഒരു തരത്തിലും അല്ല, എനിക്കൊരു അൺകംഫർട്ടബിൾ, അത് വേറെ ഒരു ആംഗിളും ഇല്ല അതിൽ. ജസ്റ്റ് ലൈക്ക് അതിപ്പം റോഹം വന്നാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും, എനിക്കിപ്പോ അതില വന്നാലും ഫീൽ ചെയ്യും, ആര് വന്നാലും അതങ്ങനെ. അപ്പം അത് എനിക്ക് ആദ്യത്തെ 2 ദിവസം വന്നിരുന്നു. അത് ഞാൻ നെവിനോട് പറയുകയും ചെയ്തു, നെവിൻ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നെവിൻ അത് എടാ ഇല്ല അങ്ങനല്ല ഓക്കെ എന്നുള്ള രീതിയിൽ എടുത്തു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനുശേഷം നല്ല കമ്പനി ആയ സമയത്ത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കാറുണ്ട്. ഞങ്ങൾ പൗഡർ റൂമിലാണ് AC ഉള്ളത്, അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഇവൻ എന്റെ മടി വന്ന് കിടക്കും, ഫുഡ് വാരി കൊടുക്കും, ചിലപ്പോൾ തലയിൽ മസാജ് ചെയ്ത് തരും. അങ്ങനെ ഭയങ്കര ഫണ്ണായിട്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കും രാത്രിയിൽ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരിക്കൽ പോലും അതെ അതെ അത് എനിക്കത്. പിന്നെ അതിനുശേഷം അവന്റെ കെട്ടിപ്പിടുത്തം അതൊക്കെ എനിക്കൊരു ഭയങ്കര ഫ്രണ്ട്ലി, നമ്മുടെ ഒരു ബ്രദർലി, ഏറ്റവും ക്ലോസ് ഫ്രണ്ട് നമ്മൾ എങ്ങനെ ഒരു ഹഗ് ചെയ്യുന്നത്, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ നെവിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും പോകുന്ന ഒരു ട്രാക്ക് കുറേ അല്ലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആളെടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, ചിലപ്പോൾ കരുതലുകളുണ്ട്, ചിലപ്പോൾ അത് മോഷണങ്ങളിൽ വരെ ആളുടേതായിട്ടുള്ള ശൈലികൾ വരുന്നുണ്ട്. നെവിനുള്ള കണ്ടസ്റ്റന്റിനെ എങ്ങനെ വിലയിരുത്തുന്നത്? നെവിൻ ഒരു എന്റർടൈനർ ആണ് ആ ഹൗസിലെ, ഭയങ്കര എന്റർടൈനർ ആണ്. ഞാൻ പറയുന്നത് ആ വീട്ടിൽ ചെല്ലുന്ന എല്ലാവരും, ചിലർ പറയും നെവിൻ ഓവറാണെന്ന് പറയും. ആ വീട്ടിൽ ചെല്ലുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു 2x ഇടും. കാരണം ഇപ്പൊ നാളെ രോഹൻ കയറിയാലും റോഹന്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പോസ് ആക്കി കാണിക്കും, കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ കൊടുക്കും. അത് ആ ഷോയുടെ ഒരു നേച്ചറാണ്, അതാരും പറഞ്ഞു തരുന്നില്ല. സോ നെവിൻ ഒരു ഡ്രാമാറ്റിക് പേഴ്സൺ ആണ്, അപ്പോൾ കുറച്ച് ഡ്രാമ കൂടുതൽ ഇടുന്നതാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും ഇത്രയും കാര്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കയ്യിൽ തരാം. അത് ആരെ കുറെ കൂടി കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. ഇത് ലോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി. ലോട്ടൊക്കെ കാണുമ്പോൾ വീട് ഓർമ്മ വരുന്നത്. അതെ, വീടാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഓക്കെ. ബ്രില്യൻ ഗെയിമർ ആരായിരിക്കും? ബ്രില്യൻ ഗെയിമർ അക്ബർ. കാരണം അക്ബറിന് നല്ല രീതിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അക്ബറും ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണോ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഞാൻ പറയുന്നത്, അതിലേക്ക് വരുന്നത്. അക്ബർ മൂടുതാങ്ങി ഗ്രൂപ്പ് എന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരുടെ നോമിനേഷൻ എന്താ ചെയ്യേണ്ടത്, ആരെ ജയിലിലേക്ക് വിടണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയും ഗെയിമേഴ്സായിട്ട് വന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിൽ, സ്വന്തം ഗെയിമിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരാളെങ്കിൽ ബ്രില്യൻ ഗെയിമർ. ഓക്കെ, നെക്സ്റ്റ്. കുലപുരുഷൻ സ്ത്രീ, കുലപുരുഷൻ ഷാനവാസ്, കുലസ്ത്രീ എന്ന് പറയുന്നത് അനുമോൾ. എന്ത് കാരണം കൊണ്ടാ കുലപുരുഷൻ ഷാനവാസ് എന്ന് പറഞ്ഞാൽ, ഷാനവാസിനെ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അതിലൂടെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ നിന്നാ മതിയോ, നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിനെ വേണ്ടേ എന്നൊരു ലൈവിൽ എന്തോ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ അതുപോലെ തന്നെ കുലസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിനെ പറയാൻ കാരണം, അനുമോൾ എപ്പോഴും പറയും ഇത് കുടുംബപ്രേക്ഷകർ കാണുന്ന ഒരു ഷോ അല്ലേ, കുടുംബപ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ, നമ്മുടെ അച്ഛനും അമ്മൂമ്മമാരും കാണുന്നതല്ലേ, അങ്ങനെ എല്ലാത്തിലും ഒരു കുലസ്ത്രീയാണ്. നെക്സ്റ്റ്. മറുകണ്ഠൻ ചാടൽ ബിന്നി. അത് ഏത് രീതിയിലാണ്? അത് അതിപ്പോ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ, ഫോർ ആൻ എക്സാമ്പിൾ, ഒരു നോമിനേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ആരും വന്നിട്ട് പറഞ്ഞു ജിസേലിനെ ജയിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഞാനും ബിന്നിയും അക്ബറുടെ പ്ലാൻ ചെയ്തിട്ടാണ്, ജിസേലിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബിന്നിയുടെ അക്ബറിന്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് തുള്ളുന്ന ആൾക്കാർ. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ കൈയടിക്കുന്നുണ്ട്, ഓ സൂപ്പർ, ഇതായിരുന്നല്ലേ നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകാന്ന് പറയുന്ന സമയത്തും ഞാൻ ബിനിയോട് പോയി ചോദിച്ചു എന്താ ബിനി എന്ന് പറയുമ്പോൾ ബിനിക്ക് ഒരു ക്ലിയർ കട്ട് ആൻസർ ഇല്ല. അതല്ല അങ്ങനല്ല, ഇത് കള്ളവ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുണ്ട്. അപ്പൊ പിന്നെ നോക്കുമ്പോൾ ആര്യനെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. സോ മറുകണ്ഠൻ ചാടൽ ബിന്നിയാണ്. പറഞ്ഞെടുക്കണോ? ഗുണ്ട അക്ബർ. ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഗുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എനിക്ക് ശരത്തിലുള്ളപ്പോഴായിരുന്നു. ഞാൻ എന്നിട്ട് ശരത്ത് എളുപ്പമാണെങ്കിൽ ആരായിരുന്നു അപ്പോഴും അക്ബർ. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ലാലേട്ടൻ ലെറ്റർ കൊടുക്കായിരുന്നു നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എഴുതിയത് ഗുണ്ട വിളയാട്ടമാണ് ബിഗ് ബോസ് വീട്ടിൽ. മെയിൻ ഗുണ്ട അക്ബർ, സബ് ഗുണ്ട ശരത്ത്. അങ്ങനെ സബ് പോയി. നന്മമരം അനുമോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ എന്തിനാ കരയിക്കുന്നത്, പാവമല്ലേ. ഫോർ എൻ എക്സാമ്പിൾ അനീഷിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ 100 കയറിയിരുന്നു. അപ്പം നിങ്ങളെല്ലാം കൂടെ എന്തിനാ അദ്ദേഹത്തെ ഒറ്റപ്പെടുന്നത് പറഞ്ഞിട്ട് തറയിലൊക്കെ പോയിരിക്കുകയും ചെയ്തു. ഭയങ്കര നന്മ
നന്മ ഉണ്ട്. അപ്പൊ നമ്മൾ കളിയാക്കും, നല്ലവനായോണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും, ഇങ്ങനെ കളിക്കല്ലേ, നന്മോരം കളിക്കല്ലേ അനുമോളെ, കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണോ കാണിക്കുന്നത് പറഞ്ഞ് കളിയാക്കാറ്. ഓക്കെ. വേസ്റ്റ് പ്ലെയർ നല്ല ഒരു BB മെറ്റീരിയൽ അല്ലാന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് സബുമാനാണ്. കാരണം ആള് പ്രത്യേകിച്ച് ഒരു കോണ്ടന്റ് കൊടുക്കുന്നതിലുപരി ഞാൻ ആ വീട്ടിൽ കാണാറില്ല. ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന ആളാ. അപ്പൊ രാവിലെ വളരെ കുറഞ്ഞ സ്പേസിൽ നിന്ന് ആളെ കാണാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ നമ്മള് വേക്കപ്പ് സോങ്ങിന് മുമ്പേ സമ്മാനം എഴുന്നേക്കും, വർക്കൗട്ട് ചെയ്യും, ഫ്രഷ് ആവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ കാണാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 ബീൻ ബാഗ് ഉണ്ട് അവിടെ, റീഗൽ ജുവലേഴ്സിന്റെ ഉജാലയുടെ. അപ്പൊ അതിനിടയ്ക്ക് എവിടെയെങ്കിലും കാണും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്, സാബുവിനെ കണ്ടു, അല്ലെ ചിലപ്പോൾ IG കോർണറിലായിരിക്കാം, അല്ലെ മാരുതി സുസുക്കിയുടെ കോർണർ ഉണ്ട്, അവിടൊക്കെ ആയിരിക്കും. ചോദിച്ചിട്ടില്ലേ എന്താ സാബു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലാലനോട് പറഞ്ഞ ഇതൊക്കെ തന്നെ, ഞാൻ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക, ടൈം എടുക്കും. ഈ ആൾക്ക് ഭയങ്കരമായിട്ട് അതാണോ അത് കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ്? ഇമേജ് കോൺഷ്യസ് അല്ല, ആൾ അങ്ങനാണെന്ന് തോന്നുന്നു റിയൽ ലൈഫിൽ. എനിക്ക് മനസ്സിലായത്രത്തോളം കാലം ഇമേജ് കോൺഷ്യസ് ആയതിന്റെ ഒന്നുമില്ല. ശരിക്കും അങ്ങനെ ഒരു ആളായിരുന്നോ വൈൽഡ് കാർഡിൽ വരേണ്ടിരുന്നത്? ഡെഫിനറ്റ്ലി അല്ല. പക്ഷേ ഇതുപോലെ ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. ചിലപ്പം എന്തായാലും ഇത്രയും പ്രോസസ് എല്ലാം കഴിഞ്ഞ് സബമാൻ കയറിയതിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. ചിലപ്പോൾ ഒരു 4 വലിയ ഇങ്ങനെയുള്ള വൈൽഡ് കാർഡ്സ് വരുന്നു, പല ഡിഫറെന്റ് വൈൽഡ് കാർഡ്സ് വരുന്നു. അതിലൊരാൾ ഇത്തിരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആൾ വരട്ടെ, ചിലപ്പോൾ വീട്ടുകാരെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനുള്ളതായിരിക്കും. ഒരെണ്ണോടുണ്ട്, അതെടുക്കാം. കുരുട്ടുബുദ്ധി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗെയിം കണ്ടുകൊണ്ട് അറിയാം, പ്രൊവോക്കിംഗ് ആണ് ആളുടെ സ്ട്രാറ്റജി. പക്ഷെ ആള് കിച്ചണിൽ മാത്രം നോക്കും, ആള് വേറെ എങ്ങും പോയി പ്രൊവോക്ക് ചെയ്യത്തില്ല. കാരണം ആൾക്ക് ഇത്തിരി കുരുട്ടുബുദ്ധി കൂടുതല. ഫോർ ആൻ എക്സാമ്പിൾ, ഞാൻ നെവിനൊരു പൊടി ഇട്ടിട്ട് ബേക്ക് ചെയ്യാൻ കൊടുത്തു, ചോറൊക്കെ ഇട്ടിട്ട്. അത് അങ്ങ് പൗഡർ റൂമിൽ നിന്ന് ഇങ്ങനെ കടന്ന് നോക്കി കണ്ടുപിടിച്ചു. എന്നിട്ട് അപ്പൊ ഓടി വരും. പിന്നെ ആ വീടിന്റെ എവിടെ ഇരുന്നാലും പ്രവീൺ ചേട്ടൻ കൊടുത്തേ, പ്രവീൺ ചേട്ടൻ, ഇങ്ങനെ ഭയങ്കര കുരുട്ടുബുദ്ധിയാണ്. അത് എവിടെ ഉപയോഗിക്കണം എന്ന് ആൾക്ക് നല്ലതായിട്ട് അറിയാം. ഈ ശരിക്കും ഈ നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ തമിഴിലൊക്കെ വൈൽഡിൽ പോയിട്ട് വിന്നറായുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ സംഭവിച്ചിട്ടില്ല. ശരിക്കും തോന്നുന്നുണ്ട് ഒരു ഫസ്റ്റ് എൻട്രി കിട്ടുന്നതിന്റെ സ്വീകാര്യത വൈൽഡ് കാർഡിന് വരുമ്പോൾ കിട്ടില്ല എന്ന്. കിട്ടാൻ ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ. പക്ഷെ റിയാസിന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് വൈൽഡ് കാർഡിന് എപ്പോഴും ഒരു ടഫാണ്. കാരണം ഞങ്ങൾ കയറുന്നത് 28th ഡേയിലാണ്. അപ്പോൾ 28 ദിവസം പ്രേക്ഷകർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഓൾറെഡി അക്സെപ്റ്റഡ് ആണ്. അതിലേക്കാണ് നമ്മൾ ഇടിച്ചു കയറുന്നത്. അപ്പൊ നമുക്കൊരു ടൈം കിട്ടുന്നില്ല പ്രേക്ഷകരുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റാനുണ്ട്. ഇനിയൊരു റീ എൻട്രിക്ക് വിളിച്ചാൽ പോവോ? ഡെഫിനറ്റ്ലി വിളിച്ചാൽ എന്തായാലും പോകും. അപ്രതീക്ഷിതമാണ് പോക്ക് എന്നത് നമ്മൾ പറഞ്ഞു. എങ്കിൽ പോലും വൈൽഡ് കാർഡിൽ വന്നു. ഇപ്പോൾ വൈൽഡ് കാർഡിൽ വന്ന ഒരാളെയാണ് റിയാസിന് ഇപ്പോൾ തുടർന്ന് 4ാം സീസണിൽ വന്നു, 5ൽ കണ്ടു, 7ൽ കണ്ടു. അപ്പോൾ ഒരു വൈൽഡ് കാർഡിന് റീ എൻട്രിക്കുള്ള സാധ്യതയുണ്ട്. വേറെ സീസണിൽ ചലഞ്ചറായിട്ട് വന്നത്, പക്ഷേ ഈ സീസണിൽ തന്നെ റീ എൻട്രിക്ക് വിളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പോകും. ആ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ഒരാളെന്നുള്ള രീതിയിൽ വിളിച്ച് എപ്പോഴായാലും പോകും. അങ്ങനെ തിരിച്ചു പോകുന്നത് വിളിക്കുന്ന ഒരു ചലഞ്ചറായിട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എവിക്റ്റ് ആയിട്ട് ഒരാളെ തിരിച്ച് കയറ്റാൻ പറ്റും, ഉണ്ടായിരുന്ന ഒരാളെ പിടിച്ച് എവിക്റ്റ് ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആരെ ചെയ്യും? അങ്ങനെ ഞാനാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ബിൻസിനെ അകത്ത് കയറ്റും, ലക്ഷ്മിനെ ഔട്ടാക്കും. ബിൻസിനകത്ത് കയറ്റും, ലക്ഷ്മിനെ പുറത്താക്കും. കാരണം എന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഇപ്പോൾ ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ക്ലിയർ ആക്കണം, ദിസ് ഇസ് നോട്ട് സംതിങ് റൈറ്റ്. അതുകൊണ്ട് ലക്ഷ്മിനെ പുറത്താക്കും. ബിൻസിക്ക് കുറച്ചും കൂടെ സ്പേസ് കൊടുക്കായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബിൻസിനെ അകത്ത് കയറ്റും ആക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ശരിക്കും പ്രവീണിന്റെ അല്ലാതെ മറ്റൊരാളുടെ ആണെങ്കിൽ ഏതായിരുന്നു? ശരത്തിന്റെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് എവിക്ഷനിൽ പോയി ശരത്തിനെ തിരിച്ചു കയറ്റാത്തത്? ശരത്ത് കാരണം എന്ന് വെച്ചാൽ ശരത്ത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അകത്ത് കയറിയാൽ ശരത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് കോംബോ വരും. അപ്പൊ ശരത്ത് പിന്നെയും വീക്ക് ആവത്തേ ഉള്ളൂ. പകരം ശരത്ത് ഒരു ഇൻഡിപെൻഡന്റ് പ്ലെയർ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ശരത്തിനകത്ത് കയറ്റിയാണ്. ഓക്കെ. ആൻഡ് ഫൈനലി ടോപ്പ് 3 ആരായിരിക്കും? ടോപ്പ് 3 എന്റെ ഗസ് അനുസരിച്ച് ടോപ്പ് 5 പറയാം. ടോപ്പ് 5 അനീഷ് വരും, അക്ബർ വരും, ഷാനവാസ് വരും, അനുമോൾ വരും, നൂറയ്ക്കും ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ഗെയിമിന്റെ പോക്ക് വെച്ചിട്ട് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില ആൾക്കാർ കയറിപ്പോവും, ഇറങ്ങി പോരാൻ ചാൻസ് ഉണ്ട്. പകുതി ദിവസങ്ങളായിട്ട് പോലും മാറ്റം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനലി ലാലേട്ടൻ പിടിച്ചു ഉയർത്തുന്ന കൈ ആരുടെ ആയിരിക്കും? അത് അറിയില്ല. എങ്കിലും ഒരു പേഴ്സണലി ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് അനീഷ് ഫസ്റ്റ് കോമണർ വിന്നർ വരുന്നതാണ്. കാരണം അതിന്റെ ഒരു എനിക്ക് അനീഷിന്റെ ഗെയിം ഇഷ്ടമല്ല, ഇപ്പോഴും പറയുന്നത് എനിക്കൊന്നുമല്ല. പക്ഷെ എനിക്ക് എന്തോ ഫസ്റ്റ് കോമണർ വിന്നർ ആയിട്ട് വരുന്ന കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു റീ എൻട്രിക്ക് കൂടി ഒരു കോളോട് വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.